2026 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? യുണൈറ്റഡ് ബൈ യുണീക്ക്. 2026 ലോക ക്യാൻസർ ദിനത്തിൻ്റെ പ്രമേയമാണ് യുണൈറ്റഡ് ബൈ യുണീക്ക്. ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യം ഏതാണ്? ആർട്ടമിസ്. ചന്ദ്രനിലേക്ക് മനുഷ്യനെ അയക്കാനുള്ള നാസയുടെ പുതിയ ദൗത്യമാണ് ആർട്ടമിസ്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം അധികാരമേൽക്കുന്ന പുതിയ മുഖ്യമന്ത്രി ആരാണ്? യുമാൻ ഖേംചന്ദ്. മണിപ്പൂരിൽ രാഷ്ട്രപതി ഭരണത്തിന് ശേഷം അധികാരമേൽക്കുന്ന പുതിയ മുഖ്യമന്ത്രിയാണ് യുമാൻ ഖേംചന്ദ്. കേരള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ പുതിയ ചെയർമാനായി തിരഞ്ഞെടുത്തത് MK സക്കീർ. കേരള സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ പുതിയ ചെയർമാനാണ് MK സക്കീർ. മൂന്നാമത് അന്താരാഷ്ട്ര ഊർജ്ജമേള നടക്കുന്നത് എവിടെ? കൊച്ചി. മൂന്നാമത് അന്താരാഷ്ട്ര ഊർജ്ജമേള നടക്കുന്നത് കൊച്ചിയിലാണ്. 2026 അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഇന്ത്യ. 2026 അണ്ടർ-19 പുരുഷ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യമാണ് ഇന്ത്യ. 2026 ICC പുരുഷ T20 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങൾ ഏതെല്ലാം? ഇന്ത്യ, ശ്രീലങ്ക. 2026 ICC പുരുഷ T20 ലോകകപ്പിന് വേദിയാകുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, ശ്രീലങ്ക. 2026 അസമിലെ ഡിബ്രുഗഡിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കിരീടം നേടിയ ടീം സർവീസസ്. 2026 അസമിലെ ഡിബ്രുഗഡിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ കിരീടം നേടിയ ടീമാണ് സർവീസസ്. വാട്സാപ്പിന് പകരമായി റഷ്യൻ സർക്കാർ നിർദ്ദേശിച്ച മെസ്സഞ്ചർ ആപ്പ് മാക്സ്. വാട്സാപ്പിന് പകരമായി റഷ്യൻ സർക്കാർ നിർദ്ദേശിച്ച മെസ്സഞ്ചർ ആപ്പാണ് മാക്സ്. മൗണ്ട് കിളിമഞ്ചാരോ ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്കു കീഴടക്കിയ ഇന്ത്യൻ വനിത ജ്യോതി ശർമ്മ. മൗണ്ട് കിളിമഞ്ചാരോ ഏറ്റവും വേഗത്തിൽ ഒറ്റയ്ക്കു കീഴടക്കിയ ഇന്ത്യൻ വനിതയാണ് ജ്യോതി ശർമ്മ. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് ഉൾപ്പെടുന്ന മന്ദിരം സേവാതീർത്ത്. സെൻട്രൽ വിസ്ത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച പ്രധാനമന്ത്രിയുടെ പുതിയ ഓഫീസ് മന്ദിരം അറിയപ്പെടുന്നത് സേവാതീർത്ത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവ് ആലിൻ ഷെറിൻ. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവാണ് ആലിൻ ഷെറിൻ. പരീക്ഷാ പേടി അകറ്റുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് പദ്ധതി ചിരി. പരീക്ഷാ പേടി അകറ്റുന്നതിനായി കേരള പോലീസ് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് പദ്ധതി ചിരി. AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 വേദി എവിടെയാണ്? ന്യൂഡൽഹി ഭാരത് മണ്ഡപം. AI ഇമ്പാക്ട് സമ്മിറ്റ് 2026 വേദിയാണ് ന്യൂഡൽഹി ഭാരത് മണ്ഡപം. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് താരിഖ് റഹ്മാൻ. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് താരിഖ് റഹ്മാൻ. ആരോരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും തണലായി പ്രവർത്തിക്കുന്ന കുടുംബശ്രീ ഹെൽപ്പ് ഡെസ്ക് ആണ് സ്നേഹിത. ആരോരുമില്ലാത്ത സ്ത്രീകൾക്കും കുട്ടികൾക്കും